മലയാള സിനിമാ പ്രേക്ഷകരുടെ മുന്നിലേക്ക് അതുവരെ കാണാത്ത വ്യത്യസ്തമായ ഒരു നീണ്ട ചിരിയുമായി വന്ന കലാകാരൻ. ആ ചിരി കണ്ടാൽ മതി, ഏത് പിരിമുറുക്കവും ആലുവ പുഴ കടക്കും. ചെറുവേഷങ്ങളിലൂടെ തുടക്കം, പതിയെ മലയാളത്തിലെ ചിരിപ്പടങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായി മാറി. ഇടയ്ക്ക് തമാശ വിട്ട് സീരിയസ് ആയി, മലയാളം വിട്ട് അന്യഭാഷാ ചിത്രങ്ങളുടെ ഭാഗമായി. സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ തേടിയെത്തി. ഇടയ്ക്ക് സംവിധായകനുമായി. സലീം കുമാർ എന്ന നടൻ മലയാള സിനിമയിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ട് 30 വർഷം. എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിൽ ഗംഗാധരൻ്റെയും കൗസല്യയുടെയും ഇളയ മകനായി 1969 ഒക്ടോബർ 10 സലീം കുമാറിൻ്റെ ജനനം. സഹോദരൻ അയ്യപ്പൻ്റെ കടുത്ത അനുഭാവിയായിരുന്നു അച്ഛൻ. സലീം കുമാർ എന്ന പേരിന് പിന്നിലെ കൗതുകം ഇങ്ങനെയാണെന്ന് മുമ്പ് ഒരു അഭിമുഖത്തിൽ സലീം കുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. മിമിക്രിയിലൂടെയായിരുന്നു സലീം കുമാറിൻ്റെ കലാരംഗത്തേക്കുള്ള പ്രവേശനം. ആദ്യ വേദിയൊരുക്കിയത് കൊച്ചിൻ കലാഭവൻ. ഇടയ്ക്ക് ടെലിവിഷൻ ഹാസ്യ പരിപാടിയിലും സലീം കൈനോക്കി. 4 വർഷത്തോളം കൊച്ചിയിലെ പ്രൊഫഷണൽ നാടക ട്രൂപ്പായ ആരതി തിയേറ്റേഴ്സും ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. സിദ്ദിഖ് ഷമീറിൻ്റെ സംവിധാനത്തിൽ 1996 പുറത്തിറങ്ങിയ ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിലാണ് സലീം കുമാറിൻ്റെ മുഖം ആദ്യമായി വെള്ളിത്തിര കാണുന്നത്. പിന്നീട് ചെറിയ വേഷങ്ങളിൽ കുറച്ചു ചിത്രങ്ങൾ. 2000 വിജി തമ്പി സംവിധാനം ചെയ്ത സത്യമേവ ജയതയിലെ കള്ളൻ്റെ വേഷം ശ്രദ്ധിക്കപ്പെട്ടു. ഈ ചിത്രത്തിലെ പ്രകടനമാണ് തെങ്കാശിപ്പട്ടണം എന്ന ചിത്രത്തിലേക്ക് സംവിധായകരായ റാഫി മെക്കാർട്ടിൻ ടീം സലീമിനെ വിളിക്കാൻ കാരണമായത്. തെങ്കാശിപ്പട്ടണം ഹിറ്റായതോടെ സലീം കുമാറിൻ്റെ സമയം തെളിയുകയായിരുന്നു. പിന്നീടങ്ങോട്ട് ദിലീപ്, ഹരിശ്രീ അശോകൻ, സലീം കുമാർ ടീം എപ്പോഴെല്ലാം സ്ക്രീനിൽ ഒന്നിച്ചോ അപ്പോഴെല്ലാം തിയേറ്ററിൽ പൊട്ടിച്ചിരികൾ അലയടിച്ചു. മീശമാധവനിലെ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി, ചതിക്കാത്ത ചന്തുവിലെ ഡാൻസ് മാസ്റ്റർ വിക്രം, പുലിവാൽ കല്യാണത്തിലെ മണവാളൻ, കല്യാണരാമനിലെ പ്യാരി, മായാവിയിലെ ആശാൻ, തിളക്കത്തിലെ ഓമനക്കുട്ടൻ എന്നിവ അതിൽ ചിലതു മാത്രം. മാധവൻ നായരോടുള്ള വ്യക്തിവിദ്വേഷത്തിന്റെയും പ്രതികാരത്തിന്റെയും ചെക്കിലെ മയിൽക്കുറ്റികൾക്ക് പോലും സുപരിചിതമാണ്. മാധവൻ നായരുടെ സഹോദരിയുടെ വിവാഹം മുടക്കാൻ ഭഗീരഥൻ പിള്ള കളിച്ച ഒരു വൃത്തികെട്ട പൊറാട്ട നാടകം. കോമഡി ചെയ്ത് വിജയിക്കുന്നവർക്ക് സീരിയസ് വേഷങ്ങൾ എളുപ്പത്തിൽ വഴങ്ങുമെന്നൊരു ചൊല്ലുണ്ട് സിനിമാ രംഗത്ത്. സലീം കുമാറിൻ്റെ കാര്യത്തിൽ അത് അച്ചട്ടായിരുന്നു. 2000 കമലിൻ്റെ സംവിധാനത്തിലൊരുങ്ങിയ പെരുമഴക്കാലത്തിലായിരുന്നു സലീം കുമാറിലെ നടൻ്റെ മറ്റൊരു മുഖം പ്രേക്ഷകർ കണ്ടത്. അതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു തമാശ പോലും പറയാതെ നടൻ എന്ന രീതിയിൽ നിറഞ്ഞാടിയ സലീം കുമാർ. 2005 ബാബു ജനാർദ്ദനൻ്റെ തിരക്കഥയിൽ ലാൽ ജോസ് സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീട്ടിലെ സാമുവലിൻ്റെ വേദന അതേ തീവ്രതയോടെ പ്രേക്ഷകരും അനുഭവിച്ചു. 2010 പുറത്തിറങ്ങിയ ആദാമിൻ്റെ മകൻ അബുവിലൂടെ വെള്ളിത്തിരയിൽ വിസ്മയങ്ങൾ തീർക്കാനാവുമെന്ന് വീണ്ടും സലീം കുമാർ തെളിയിച്ചു. മേരിക്കൊണ്ടൊരു കുഞ്ഞാടിലെ ലോനപ്പൻ ആദ്യം നമ്മളെ ചിരിപ്പിക്കുകയും പിന്നെ നമ്മളെ കരയിപ്പിക്കുകയും ചെയ്തു. ദീപു കരുണാകരൻ്റെ ഫയർമാനിലെ നരേന്ദ്രൻ ആചാര്യയാകട്ടെ അല്പം ദുരൂഹത നിറഞ്ഞ കഥാപാത്രവുമായി. അതിനിടെ ധനുഷിനൊപ്പം തമിഴിൽ മാരിയാനിലും സലീം കുമാർ വേഷമിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കാണുന്നുണ്ട്. ഓടാ. ലാണ് സലീം കുമാറിനെ തേടി ആദ്യ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എത്തുന്നത്. അച്ഛനുറങ്ങാത്ത വീട്ടിലെ പ്രകടനത്തിന് മികച്ച 2ാമത്തെ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം. 2010 ആദാമിൻ്റെ മകൻ അബുവിലൂടെ മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും സലീം കുമാറിനെ തേടിയെത്തി. 2012 മികച്ച ഹാസ്യ നടനുള്ള സംസ്ഥാന പുരസ്കാരവും അദ്ദേഹം സ്വന്തമാക്കി. 2017
ആദ്യ സംവിധാന സംരംഭമായ കറുത്ത ജൂതൻ മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരത്തിനും അർഹമായി. 2018 ജയറാമിനെ നായകനാക്കി ദൈവമേ കൈത്തൊഴാം കെ കൗമാറാകണം എന്ന ചിത്രവും സലീം കുമാർ സംവിധാനം ചെയ്തു. സോളമ, അവന്റെ അളവിനുള്ളത് കിട്ടി. എന്റെ മോന്റെ അളവിനുള്ള പെട്ടി കിട്ടി. സാമൂഹിക മാധ്യമങ്ങളിൽ ട്രോളുകൾ വരാൻ തുടങ്ങിയ കാലം. ഏത് ആശയത്തിനും പറ്റിയ ഒരു മുഖം എന്ന പോലെയാണ് സലീം കുമാർ കഥാപാത്രങ്ങൾ ട്രോൾ സൃഷ്ടാക്കൾക്ക് മുന്നിലെത്തിയത്. മണവാളനും പ്യാരിയും ഓമനക്കുട്ടനും അൽ കമലാസനും പ്രത്യക്ഷപ്പെടാത്ത ട്രോളുകൾ നന്നേ കുറവ്.